കോർഡിനേറ്റ് കോമ്പൗണ്ടുകൾ കാണിക്കുന്ന ഐസോമറിസങ്ങളിൽ ബാക്കിയുള്ളത് ഒപ്റ്റിക്കൽ ഐസോമറിസമാണ് അല്ലേ? അപ്പോൾ ആ ഒപ്റ്റിക്കൽ ഐസോമറിസം മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള 2-3 ടെക്നിക്കൽ ടേമുകൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചല്ലോ. ഓക്കെ, എന്താണ് ഐസോമറിസം? ഒപ്റ്റിക്കൽ ഐസോമറിസം എന്താണ്? അതിന് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നിൽക്കുക. ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നിൽക്കുക. ഞാനിങ്ങനെ നിന്നു, കണ്ണാടിയിൽ എന്നെ കാണുന്നു. ഓക്കെ, ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നിന്നു, കണ്ണാടിയിൽ എന്നെ കാണുന്നു. ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് എൻ്റെ വലത്തെ കൈ ഇങ്ങനെ പൊക്കി. അതാ കണ്ണാടിയുടെ ഉള്ളിലുള്ള എൻ്റെ ഇമേജ് കൈ പൊക്കുന്നു. ഏത് കൈയാ ഇമേജ് പൊക്കുക? ഇമേജ് പൊക്കുന്നത് അയാളുടെ ഇടത്തെ കൈയാണ്. ഞാൻ വലത്തെ കൈ പൊക്കുമ്പോൾ അയാൾ അടുത്ത കൈയാ പൊക്കുക. എന്തുകൊണ്ടെന്ന് അറിയാലോ? എന്താണ്? പ്ലെയിൻ മിററിന്റെ പ്രത്യേകതയാണ് ഇമേജ് ലാറ്ററലി ഇൻവേർട്ടഡാ. ഞാൻ വലത്തെ ഭാഗം ചെയ്യുന്നതല്ല അവിടുത്തെ ഇടത്തെ ഭാഗമാണ് ചെയ്യുന്നത്, അടുത്ത ഭാഗം ചെയ്യുന്നതല്ല അവിടെ വലത്തെ ഭാഗമാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ലാറ്ററലി ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, അപ്പോ ഞാൻ എൻ്റെ വലത്തെ കൈ പൊക്കി. അപ്പൊ കണ്ണാടിയുടെ ഉള്ളിലുള്ള ഇമേജ് അത് ഇതാണെന്ന് വിചാരിക്കുക. അയാൾ അടുത്ത കൈ പൊക്കി. അവിടെ വലത്തെ കൈയാ പൊക്കിയത്, ഇവിടെ അടുത്ത കൈ പൊക്കി. ഞാൻ ചോദിക്കട്ടെ, ഇതെന്താണ്? ഇത് ഇവിടെ നിങ്ങൾ കാണുന്നതാണ്. ഇത് ആ മുമ്പിലുള്ള റിയൽ ഒബ്ജക്റ്റിന്റെ, ഇതാണ് റിയൽ ഒബ്ജക്റ്റ്, ഇത് റിയൽ ഒബ്ജക്റ്റ്, ഇത് അതിന്റെ ഇമേജ്. ഇത് റിയൽ ആയിട്ടുള്ള വസ്തു, ഈ വസ്തുവിന്റെ ഈ കൈയുടെ ഇമേജ് ആണ് ഇത്. ഓക്കെ, ഈ ഇമേജ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഈ ഇമേജിന്റെ റിയൽ ഒബ്ജക്റ്റ് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുക? അവിടെയുള്ള വസ്തുവിന്റെ വലത്തെ കൈയിന്റെ ഇമേജ് ആണ്. ഈ ഇമേജിന്റെ റിയൽ ആയിട്ടുള്ള വസ്തു നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുക? ഉറപ്പായിട്ടും കിട്ടും. എന്റെ ഇടത്തെ കൈ അല്ലേ? ഞാൻ വലത്തെ കൈ ഇവിടെ പൊക്കുന്ന സമയത്ത് അവിടെ അടുത്ത കൈയല്ലേ പൊക്ക? ആ ഇമേജ്, ഇത് എൻ്റെ ഈ കൈയിന്റെ ഇമേജ് ആണത്. ആ ഇമേജിന്റെ റിയൽ ഒബ്ജക്റ്റ് എവിടെയാണുള്ളത്? ഇവിടെ. അതേപോലത്തെ റിയൽ ആയിട്ടുള്ള വസ്തു, അത് കണ്ണാടിയുടെ ഉള്ളിലുള്ള ഇമേജ് അല്ലേ? ആ ഇമേജ് പോലെ തന്നെ വസ്തു എവിടെയാണുള്ളത്? ഇതാ ഇവിടെ. സോ ഈ കൈയിന്റെ ഇമേജിന്റെ റിയൽ ഒബ്ജക്റ്റ് ആണിത്. ഓക്കെ, അപ്പൊ അതുപോലുള്ള റിയൽ ഒബ്ജക്റ്റ് എന്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ പറഞ്ഞോ, ഇതാണ് റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, ഇത് അതിന്റെ ഇമേജ് ആണ്. ഇതിന്റെ ഇമേജ് കണ്ണാടിയിൽ കാണുന്നില്ലേ? അതിന് ഞാൻ വേറൊന്നായിട്ട് എടുത്തതാണ്. ഈ ഇമേജും ഈ വസ്തുവും തമ്മിൽ ഒന്നിന്റെ മുകളിൽ ഒന്നിങ്ങനെ വെക്കുമ്പോൾ ഇത് പരസ്പരം സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടോ? ഒന്ന് മറ്റൊന്നിന്റെ മുകളിൽ അച്ചട്ടായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തായാലും പ്രത്യേകത, ഇതേപോലുള്ള വസ്തുവല്ലേ ഇത്? 5 വിരലുകൾ ഇവിടെയുണ്ട്. ഓക്കെ, ഒരേപോലുള്ള ഹൈറ്റുള്ള ഈ വിരല്, ഒരേപോലുള്ള ഹൈറ്റുള്ള ഈ 2 വിരലുകൾ, ഒരേപോലുള്ള ഹൈറ്റുള്ള ഈ വിരലുകൾ, അതേപോലെ ബാക്കി 2 വിരലുകൾ. അപ്പൊ ഇതേപോലെ കാണാനും എല്ലാ രീതിയിലും ഒരേപോലുള്ള 2 വസ്തുക്കളല്ലേ ഇത്? പക്ഷെ ഇതിന്റെ പ്രോപ്പർട്ടിയാണ് ഇതിന്റെ പ്രോപ്പർട്ടി അല്ല. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചറിൽ വ്യത്യാസമില്ലാത്ത, അറേഞ്ച്മെന്റിൽ വ്യത്യാസമില്ലാത്ത, പക്ഷെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപോലുള്ള 2 വസ്തുക്കളാണിത്. അങ്ങനെയാണെങ്കിൽ ഈ 2 എണ്ണം ഐസോമർ അല്ലേ? അല്ലേ? ആണ്. അത് ഇതിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയും. ഇതിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയും. അപ്പൊ എന്താണ് ഒപ്റ്റിക്കൽ ഐസോമർ? ഒരു വസ്തുവിന്റെ മിറർ ഇമേജ് ആ വസ്തുവുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല എങ്കിൽ അതിന് പറഞ്ഞ പേരാണ് റിയൽ ഒബ്ജക്റ്റിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ. ഈ കൈയിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ ആണ് ഈ കൈ. കാരണം ഈ കൈയിന്റെ മിറർ ഇമേജ് ആണ് ശരിക്കും ഈ കൈ. ഈ മിറർ ഇമേജ് ഇതുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല. ഓക്കെ, ഒന്ന് നോക്കാം. ഞാൻ പി എന്ന അക്ഷരം കണ്ണാടിയുടെ മുമ്പിൽ വെച്ചു. ഇതാണ് കണ്ണാടി അതിങ്ങനെയല്ലേ കാണുക? ഞാൻ ഈ കണ്ണാടിയിൽ കാണുന്ന പോലുള്ള പി റിയൽ ആയിട്ട് കൊണ്ടുവന്നു. ഇത് ഇമേജാണ്. ഈ ഇമേജിനെ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ഇതിന്റെ മുകളിൽ വെക്കുമ്പോൾ അതിങ്ങനെയല്ലേ നിൽക്കുക? അങ്ങനെ കൊണ്ടുവന്നിട്ട് വെക്കണം. തിരിക്കാനോ ഇതാക്കാനൊന്നും പാടില്ല.
അപ്പൊ ഇങ്ങനെയല്ലേ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഇതും അതിന്റെ മിറർ ഇമേജും ഒരേ വസ്തുവാണ്, വ്യത്യസ്ത സ്വഭാവമുള്ളതാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മിറർ ഇമേജിന് ഇതിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയും. അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറൊരു പേരാണ് കിറാൽ ഒബ്ജക്റ്റ്. ഒപ്റ്റിക്കൽ ഐസോമർ അല്ലെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് കിറാൽ ഒബ്ജക്റ്റ്. കൈറാൽ എന്ന് വിളിക്കും, കിറാല് കൈറാല്. അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറൊരു പേരാണ് ഇനാൻഷ്യോമർ. സോ ഇതിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ ആണ് ഇത്, ഇതിന്റെ കിറാൽ ഒബ്ജക്റ്റ് ആണ് ഇത്, ഇതിന്റെ ഇനാൻഷ്യോമർ ആണ് ഇത്. ഞാൻ ഇത് ഒപ്റ്റിക്കൽ ഐസോമർ അല്ലാത്തതിന്റെ എക്സാമ്പിൾ പറയാം. എ എന്നുള്ള അക്ഷരം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ കാണിക്കുന്നു. അപ്പൊ കണ്ണാടിയിൽ അതിന്റെ ഇമേജ് കണ്ടു. ആ ഇമേജ് പോലുള്ള ഒരു വസ്തു കൊണ്ടുവന്നിട്ട് അതിനെ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇതുമായിട്ട് അതേപോലെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമല്ലോ. ഇതിന്റെ മുകളിൽ അങ്ങനെ നിൽക്കൂലേ, തിരിക്കാതെ ഇതിനെ തിരിക്കുകയോ ഒന്നും ആക്കുന്നില്ല, അതേപോലെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൂപ്പർ ഇമ്പോസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിന്റെ കിറാൽ ഒബ്ജക്റ്റ് അല്ല. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ കിറാൽ ഒബ്ജക്റ്റ് അല്ല, ഇനാൻഷ്യോമർ അല്ല, അതിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ അല്ല. സൂപ്പർ ഇമ്പോസ് ചെയ്യാതിരിക്കണം. അപ്പൊ നിങ്ങൾ പറയും എന്താണ് ഒപ്റ്റിക്കൽ ഐസോമർ? ഒപ്റ്റിക്കൽ ഐസോമർ or chiral object or enantiomers are mirror images. എന്നാണത്? മിറർ ഇമേജസ് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബങ്ങളാണ്. ആ പ്രതിബിംബങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട്, പ്രതിബിംബങ്ങളുടെ യഥാർത്ഥ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നിട്ട് റിയൽ ആയിട്ടുള്ള വസ്തു, കണ്ണാടിന്റെ മുമ്പിൽ വെച്ച വസ്തു ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ വെക്കുമ്പോൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഓക്കെ, മിറർ ഇമേജസ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല എങ്കിൽ that cannot be superimposed on one another. That cannot superimpose on one another. Superimposed on one another. അവരാണ് കിറാൽ ഒബ്ജക്ട്സ്, അവരാണ് ഇനാൻഷ്യോമേഴ്സ്. മനസ്സിലായോ? സംശയം? നിങ്ങൾ നോക്കിട കുഞ്ഞുമക്കളെ, സ്ട്രക്ചറുകൾ ഒരേപോലെ അല്ലേ ഇതില്? അല്ലേ സ്ട്രക്ചറുകൾ ഒരേപോലെ അല്ലേ? പക്ഷെ ഒരേ വസ്തുക്കളാണ്? അല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം നമ്മൾ ഐസോമർ എന്ന് പറയുന്നത് ശരിക്കും. അപ്പൊ ഇതിന്റെ ഐസോമർ ആണിത്. ഇത് ആക്ച്വലി സ്ട്രക്ചറൽ ഐസോമറിസമാണെന്ന് വെച്ചാൽ അല്ല. ആണോ? ഈ രീതിയിൽ എങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇത് കഴിഞ്ഞിട്ട് ഈനെ വെച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഈനെ വെച്ചിട്ടില്ലല്ലോ, ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഇതേപോലുള്ള അറേഞ്ച്മെന്റ് തന്നെയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് സ്ട്രക്ചറൽ ഐസോമറിസം അല്ല. ഓക്കെ, അപ്പൊ സ്പേഷ്യൽ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസമാണ്. ശരിക്കും പറഞ്ഞ സ്പേഷ്യൽ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ഈ വിരൽ വെച്ച് തുടങ്ങുന്നത് റൈറ്റിൽ നിന്നാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഇവിടെ അറേഞ്ച്മെന്റ്, ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് അറേഞ്ച്മെന്റ്. അപ്പൊ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വന്നു. അപ്പൊ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വന്നത് കൊണ്ട് ആക്ച്വലി ഇതെന്താണ്? ഇത് ഒരു സ്റ്റീരിയോ ഐസോമർ ആണ്. പക്ഷെ അത് ജോമെട്രിക്കൽ ഐസോമർ അല്ല. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമർ അല്ല. കാരണം എന്താ? റിലേറ്റീവ് പൊസിഷനിൽ ഒന്നും മാറ്റമില്ല. ഇതിന്റെ തൊട്ടിപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് ഒരേപോലുള്ള വസ്തു തന്നെയാണ്. ഇതാ നോക്ക്, ഈ രണ്ട് വിരലും ഇപ്പുറത്തും എടുത്ത് ഇതിന്റെ അവിടെ നടുവിൽ വിരലും ഈ സൈഡ് വിരലും ഒരേപോലെ തന്നെയല്ലേ? അപ്പൊ റിലേറ്റീവ് അറേഞ്ച്മെന്റിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് ജോമെട്രിക്കൽ ഐസോമർ അല്ല. പക്ഷെ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല റിയൽ ഒബ്ജക്റ്റുമായിട്ട്. അങ്ങനെയുള്ളവരാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത്? കിറാൽ ഒബ്ജക്റ്റ് ഓർ ഇനാൻഷ്യോമർ. ഓക്കെ, അപ്പൊ ഇത് മാഷ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് കയ്യാണ്. നമ്മളിപ്പോ പറയുന്നത് ആക്ച്വലി ആരെ കുറിച്ചിട്ടാണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഈ പറയപ്പെട്ട സാധനത്തിന് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എങ്ങനെ പറയാം? ചില കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാൽ അതിന്റെ മിറർ ഇമേജ്, കണ്ണാടിയിൽ കാണുന്ന മിറർ ഇമേജ് റിയൽ ഒബ്ജക്റ്റുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല. എങ്കിൽ അതെന്താണ്? അത് ഒപ്റ്റിക്കൽ ഐസോമർ ആണ്. നിങ്ങൾ നോക്ക്, ഞാനൊരു എക്സാമ്പിൾ പറയാം. സൂപ്പർ ഇമ്പോസ് ചെയ്യാത്തതിന് എക്സാമ്പിൾ പറയാം.
പ്ലാറ്റിനം CO 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 CO. ഞാൻ ഈ കോമ്പൗണ്ടിനെ കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്ലാറ്റിനം CO 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 എന്തായാലും ഇതേപോലുള്ള വസ്തു തന്നെയല്ലേ ഇത്. അതിനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് എന്തായാലും സൂപ്പർ ഇമ്പോസ് ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണം എന്തല്ല, അത് കിറാൽ ഒബ്ജക്റ്റ് അല്ല. സൂപ്പർ ഇമ്പോസ് ചെയ്യാതിരിക്കണം, എങ്കിലാണ് എന്ത് സംഭവിക്കുക, അത് കിറാൽ ഒബ്ജക്റ്റ് ആയിട്ട് മാറുക. ഓക്കെ, അപ്പോ ഇതേപോലെ ഞാൻ ഇതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യാത്തതിന്റെ എക്സാമ്പിൾ പറയട്ടോ. ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതാണ്, ചെയ്യാത്തതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് പറയും. അപ്പൊ ഇത് രണ്ടെണ്ണം എന്തല്ല, ഇതിന്റെ കിറാൽ ഒബ്ജക്റ്റ് അല്ല ഇത്. ഓക്കെ, അപ്പൊ ഇനി മാഷി അതിന് എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് കാര്യമായിട്ടുള്ള ഒരു സംഗതി പറയാൻ പോവാണ്. അപ്പൊ കിറാൽ ഒബ്ജക്റ്റുകൾ ആണെങ്കിൽ റിയൽ ഒബ്ജക്റ്റും മിറർ ഇമേജും വേറെ വേറെ വസ്തുക്കളായിരിക്കുമല്ലോ, ഉറപ്പല്ലേ? അല്ലേ? ഇനി മാഷ് പറഞ്ഞ പോയിന്റ് കേട്ടോളൂ. Chiral objects are optically active substances. അതായത് ഇവർക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, അതിന്റെ കിറാൽ ഒബ്ജക്റ്റ് ആണ്, ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക. ആ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസ് ചെയ്യാത്ത മിറർ ഇമേജ് ആണ് ഇതെന്ന് വിചാരിക്കുക. ഈ രണ്ട് വസ്തുക്കളിൽ കൂടിയിട്ട് അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അങ്ങനെ മാഷ കണ്ണാടിയിൽ കാണുന്ന ഇമേജിലെ കൂടി ലൈറ്റ് പാസ് ചെയ്യുന്നത് ഇതുപോലുള്ളൊരു വസ്തു ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാ. ഇതിന്റെ മിറർ ഇമേജ് ഇവിടെ ഇതാണ്, അത് ഞാൻ കൊണ്ടുവന്നു റിയൽ ഇമേജ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ ആണ് ഇത്. ഈ രണ്ടെണ്ണവും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഓക്കെ, രണ്ടുപേരും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യും, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇത് 50 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ ഇതും 50 ഡിഗ്രി തന്നെ റൊട്ടേറ്റ് ചെയ്യും, പക്ഷെ ഇത് ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഇത് റൈറ്റിലോട്ടായിരിക്കും. അങ്ങനെ ആവണമെങ്കിൽ എല്ലാവരും വ്യത്യസ്തരാവുള്ളൂ. രണ്ടുപേരും തിരിക്കുന്നു, പക്ഷെ രണ്ടുപേരും ഒരേ ഭാഗത്തേക്കാണെങ്കിൽ സംഭവിക്കും. നേരാവോ? രണ്ടും ഒരുപോലെ ആവോ? സോറി, രണ്ട് വ്യത്യസ്തരാവോ? ഇല്ല, വ്യത്യസ്തരാവണ്ടെങ്കിൽ ഐസോമർ ആവുന്നത്. ഓക്കേ, അപ്പൊ ഓർമ്മിക്കുക, enantiomers are optically active substances and rotate the plane polarized light equally but opposite directions. Okay, അതായത് ഒന്ന് ഡെക്സ്ട്രോ ആണെങ്കിൽ മറ്റത് ലീവോ ആയിരിക്കും. റിയൽ ഒബ്ജക്റ്റ് ഡെക്സ്ട്രോ ആണെങ്കിൽ മിറർ ഇമേജ് ലീവോ ആയിരിക്കും, റിയൽ ഇമേജ് ലീവോ ആണെങ്കിൽ മറ്റത് ഡെക്സ്ട്രോ ആയിരിക്കും. ഓക്കെ, ഇനി മാഷ് പറയാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന, അതായത് റിയൽ ഒബ്ജക്റ്റുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യാത്ത മിറർ ഇമേജ് ഉള്ള വസ്തുക്കൾ, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എക്സാമ്പിൾ ആണ്. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പിലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പിലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണ്. ഒന്ന് octahedral complexes of type octahedral complexes of type M L L thrice. MLL thrice. LL എന്നുള്ളത് ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒക്ടാഹെഡ്രൽ അല്ലേ, ഒരാൾ രണ്ടെണ്ണം ഉണ്ടാക്കും, അങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ 6 കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ ഇതൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. അപ്പൊ ഒരേപോലുള്ള 3 ബൈഡന്റേറ്റ് ലിഗാൻഡുകൾ അതിൽ വേണം. എക്സാമ്പിൾ CO EN thrice 3+, COEN thrice 3+. ഇത് മാഷ് എങ്ങനെയാണ് ഈ കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന ഒബ്ജക്റ്റായി എന്ന് പറയാം. അപ്പൊ ഞാൻ ഇതിന്റെ സ്ട്രക്ചർ വരക്കണം. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണല്ലോ കുഞ്ഞു മക്കളെ. ഇതാ മാഷ് വരക്കുന്ന ശ്രദ്ധിച്ചോളൂ.
CO 6 കോർഡിനേറ്റ് ബോണ്ടുകൾ, 3 EN എത്തിലീൻ ഡയമീൻ ലിഗാൻഡുകൾ ഉണ്ടാക്കിയ 6 കോർഡിനേറ്റ് ബോണ്ടുകൾ. മാഷാ മൂന്നാൾക്കാർ കാണിക്കും, ഇപ്പൊ കാണിക്കും നോക്കോ. അവരുണ്ടാക്കിയ 6 കോർഡിനേറ്റ് ബോണ്ട് ഞാൻ ആദ്യം കാണിക്കുകയാണേ. ഓക്കെ, ഇനി എത്തിലീൻ ഡയമീൻ 3 എണ്ണം. ഇതാ ഒന്നാമത്തെ എത്തിലീൻ ഡയമീൻ. അവർ 2 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കി. രണ്ടാമത്തെ എത്തിലീൻ ഡയമീൻ അവർ 2 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കി. മൂന്നാമത്തെ എത്തിലീൻ ഡയമീൻ അവരും 3 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കി. 2 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കി. ഹാവിംഗ് ചാർജ് 3+. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വെക്കുന്നു. ഓക്കെ, ഇതാ നമ്മുടെ മിറർ. അപ്പൊ കണ്ണാടിയിൽ എങ്ങനെയാണ് കാണുക കുഞ്ഞുമക്കളെ? ഇതാ നോക്കിക്കോ. നിങ്ങൾക്കറിയാം പ്ലെയിൻ മിററിന്റെ ഒരു പ്രത്യേകതയാണ്, പ്ലെയിൻ മിററിൽ നിന്ന് എത്ര അകലെയാണോ ഒബ്ജക്റ്റ് അത്ര തന്നെ അകലത്തിലായിട്ട് ഇമേജ് ഉള്ളിൽ കാണപ്പെടും. ശരിയല്ലേ? ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ വളരെ അടുത്ത് നിന്നാൽ ഉള്ളിലുള്ള ഇമേജ് കണ്ണാടിയുടെ തൊട്ടടുത്തുണ്ടാവും അല്ലെ? നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. കുറെ ദൂരത്ത് നിന്നാലോ കുറെ ദൂരത്തായിട്ട് കാണും. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ എല്ലാ കളറെല്ലാം ഒരുപോലെ ആവണ്ടേടാ അല്ലേ? എല്ലാം ഈസി ആട്ടോ, വളരെ സിമ്പിളാണ് പഠിക്കാനും വരക്കാനും. ഇപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ വരക്കാൻ വേണ്ടി പറയും. അപ്പൊ അങ്ങ് വരച്ച് കൊടുത്തേക്കാം. ഈസി അല്ലേ? പിന്നെന്താ കൊടുക്കുന്നതല്ലേ? നമ്മുടെ CO ഉണ്ടാക്കുന്ന 6 കോർഡിനേറ്റ് ബോണ്ടുകൾ. ഒന്ന് CO-യുമായിട്ടുണ്ടാക്കുന്ന 6 കോർഡിനേറ്റ് ബോണ്ടുകൾ. 3 4 5 6. ഇങ്ങോട്ടാണല്ലോ അല്ലെ കുഞ്ഞോളെ? അപ്പോ ഈ എത്തിലീൻ ഡയമീൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ എത്തിലീൻ ഡയമീൻ ഇത്രയും ദൂരത്തായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഈ എത്തിലീൻ ഡയമീൻ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ മിറർ ഇമേജ് ആണ് ഇത്. ഇനി നിങ്ങൾ ഈ ഒബ്ജക്റ്റിന് ഇത് ഇമേജ് ആണ്. ഈ ഇമേജ് പോലെ തന്നെ ഒരു വസ്തു റിയൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമോ? ഇല്ലല്ലോ. ഈ എത്തിലീൻ ഡയമണ്ട് ഇവിടെ അല്ലേ വരിക, ഈ എത്തിലീൻ ഡയമണ്ട് ഇവിടെ അല്ലേ വരിക, ഈ എത്തിലീൻ ഡയമണ്ട് ഇവിടെ അല്ലേ വരിക. അത് എന്തായാലും ഇതുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ ആണിത്, അല്ലെങ്കിൽ കിരാൽ ഒബ്ജക്റ്റ് ആണിത്. പോരാ, ഇത് ഡെക്സ്ട്രോ ആണെങ്കിൽ ഇത് ലീവോ ആണ്, ഇത് ലീവോ ആണെങ്കിൽ ഇത് ഡെക്സ്ട്രോ ആണ്. രണ്ടുപേരും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. രണ്ടുപേരും ഒരുപോലെ ഒരേ ആംഗിൾ, ഈക്വൽ ആംഗിൾ ആണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുക, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഒക്ടാഡ്രൽ കോംപ്ലക്സ്. എന്താ പറയാ, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന ഒക്ടാഡ്രൽ കോംപ്ലക്സിന് ഒരു എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ COOX ത്രൈസ്. എത്തിലീൻ ഡയമീന് പകരം എന്താ പറയാ, എത്തിലീൻ ഡയമീന് പകരം ഓക്സലേറ്റ് ആയോണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇതേപോലെ വരക്കാം. OX എന്ന് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. OX എന്ന് കൊടുത്താൽ മതി. ഓക്സലേറ്റ് അയോൺ എന്ന് പറയുന്നത് എത്തിലീൻ ഡയമീനെ പോലെ തന്നെ ബൈഡന്റേറ്റ് ലിഗാൻഡാ. ഓക്കെ, ഇത് വരക്കുക, ഇതേപോലെ വരക്കുക, അതിന്റെ എന്താ പറയാ ഒപ്റ്റിക്കൽ ഐസോമർ വരക്കാം. ഓക്കെ, ഇനി വേറെ ടൈപ്പ്
ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന വേറൊരു ടൈപ്പ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഏതെന്ന് പറഞ്ഞാല് MX2LL ടോയ്സ്. രണ്ടാമത്തെ ടൈപ്പ് MX2LL ടോയ്സ്. MX2LL ടോയ്സ്. എക്സാമ്പിൾ CO EN twice Cl2, CO EN twice Cl2 plus. കാരണം ഇത് എത്തിലീൻ ഡയമീൻ ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. അത് രണ്ടെണ്ണം ഉണ്ട്. എക്സ് മോണോഡന്റേറ്റ് ലിഗാൻഡ് രണ്ടെണ്ണം ഉണ്ട്. ഇല്ല കുഞ്ഞോളെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് രണ്ട് ജോമെട്രിക്കൽ ഐസോമർ ഉണ്ട്. ഇതിന് സിസ് ഫോമും പോസിബിൾ ആണ്, ട്രാൻസ് ഫോമും പോസിബിൾ ആണ്. സിസും പോസിബിൾ ആണ്, ട്രാൻസും പോസിബിൾ ആണ്. അതില് ഒന്ന് മാത്രമേ സിസോ ട്രാൻസോ ഏതോ ഒന്ന് മാത്രമേ ഒപ്റ്റിക്കൽ ഐസോമർ ആകുന്നുള്ളൂ. അത് ഏതാണ് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇതിന്റെ ട്രാൻസ് ഫോം വരക്കുന്നു. ഓക്കെ, ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ ട്രാൻസ് ഫോം മാഷ് വരക്കട്ടെ. സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് വരക്കാം. CO, നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ജോമെട്രിക്കൽ ഐസോമറിസം പറഞ്ഞ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. അല്ലോ, ഇതിന്റെ ട്രാൻസ് ഫോം ആണ് ഇത്. എത്തിലീൻ ഡയമീൻ ട്രാൻസ് എന്ന് പറയുമ്പോഴേക്ക് ഓപ്പോസിറ്റ് കോണുകളായിട്ടല്ലേ ഐഡന്റിക്കൽ ലിഗാൻഡ്സ് വരണത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ട്രാൻസ് ഫോം. ഞാൻ അതിന്റെ മിറർ ഇമേജ് ഒന്ന് എടുക്കട്ടെ കുഞ്ഞുമക്കളെ. മിറർ, അതിന്റെ മിറർ ഇമേജ്. CO ethylene diamine Cl. ഇനി നിങ്ങൾ നോക്ക്, ഇതിന്റെ മിറർ ഇമേജ് ആണിത്. ഇതേ സാധനം കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമോ ഇല്ലയോ? തീർച്ചയായിട്ടും സൂപ്പർ ഇമ്പോസ് ചെയ്യും. അതുകൊണ്ട് ഇത് ഒപ്റ്റിക്കൽ ഐസോമർ അല്ല. സോ ഈ കോംപ്ലക്സിന്റെ ട്രാൻസ്ഫോം ഒപ്റ്റിക്കൽ ഐസോമർ കാണിക്കുന്നതല്ല. ഇനി ഞാൻ ഇതിന്റെ സിസ് ഫോം എടുക്കട്ടെ. സിസ് ഫോം ഓക്കെ, CO ethylene diamine Cl. ഓക്കെ, ഐഡന്റിക്കൽ ലിഗാൻഡ്സ് അഡ്ജസന്റ് കോർണേഴ്സിലുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഒപ്റ്റിക്കൽ ഇതിന്റെ എന്താ പറയാ മിറർ ഇമേജ് എടുക്കാം. അപ്പൊ മിറർ ഇമേജ് സിമ്പിൾ അല്ലേടാ കുഞ്ഞുമക്കളെ വരക്കാൻ? എന്താ ഈസി അല്ലേ? CO R കോർഡിനേറ്റ് ബോണ്ടുകൾ. ethylene diamine Cl. ഇതിന്റെ ഒപ്റ്റിക്കൽ ഇമേജ്. ആ ഇമേജിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച്
ഒരിക്കലും സൂപ്പർ ഇമ്പോസ് ചെയ്യില്ല. 2Cl ഇവിടെയാ നിൽക്കുക, എത്തിലീൻ ഡയമണ്ട് ഇവിടെയാ നിൽക്കുക, എത്തിലീൻ ഡയമണ്ട് ഇവിടെയാ നിൽക്കുക, സൂപ്പർ ഇമ്പോസ് ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒപ്റ്റിക്കൽ ഐസോമർ ആണ്. ഈ രണ്ടെണ്ണം ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നവരാണ്. ഈ രണ്ടെണ്ണം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇത് ഡെക്സ്ട്രോ ആണെങ്കിൽ ഇത് ലീവോ ആണ്, ഇത് ലീവോ ആണെങ്കിൽ ഇത് ഡെക്സ്ട്രോ ആണ്. സോ ഇവിടേക്ക് ഐസോമറിസം കംപ്ലീറ്റ് ആയി. ഒന്നും നമ്മൾ വിട്ടിട്ടില്ല. ഒന്നുകൂടി നന്നായി നോക്കുക.